ഹായ് ഡിയേഴ്സ്, LGS ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 71/22 കേട്ടോ. LGS ലെവലിലെ പ്രിലിംസും മെയിൻസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ടാകും 2021 മുതൽ 26 വരെ. ക്ലാസ്സിലേക്ക് കിടക്കാം. 2019 WHO ചീഫ് സയന്റിസ്റ്റായിട്ട് നിയമിതയായ ഇന്ത്യൻ വനിത ആരാണ്? സൗമ്യ സ്വാമിനാഥനാണ്. കസ്തൂരിരംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന 5+3+3+4 കേട്ടോ. ഇത് 2, 3 സെൻട്രലിൽ വരണം, 5ഉം 4ഉം കേട്ടോ. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ടയുടെ ചിത്രമാണ് 500 രൂപ നോട്ടിൽ കാണപ്പെടുന്നത്. 2000ന്റെ നോട്ടിലാണ് ഇത് മംഗൾയാൻ കാണപ്പെടുന്നത്. 50 രൂപയുടെ നോട്ടിലാണ് ഹംപി. 200 രൂപയുടെ നോട്ടിലാണ് സാഞ്ചി സ്തൂപം. 2024 ഒളിമ്പിക്സിന്റെ വേദി 2024 പാരീസിലാണ്. ഇനി 2028, ഇതിപ്പോ 2026 അല്ലേ, 27, 28 അല്ലെ, 28 ലോസ് ഏഞ്ചൽസിലാണ് ഒളിമ്പിക്സ് നടക്കുന്നത്. ലോസ് ഏഞ്ചൽസിലെ കാലിഫോർണിയ കേട്ടോ. ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയയിലാണ്. എവിടെയാണത്? US-ലാണ്. 2032 ഒളിമ്പിക്സ് നടക്കുന്നത് ബ്രിസ്ബേണിലാണ്. ബ്രിസ്ബേൺ ഓസ്ട്രേലിയയിലാണ്. പഠിച്ചു വെച്ചോളണം. 3 ചോദ്യങ്ങളും വരും. 2024, 2020 എവിടെയാ? ടോക്കിയോ അല്ലെ. 2020 ടോക്കിയോ ആയിരുന്നു. 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ് കാലിഫോർണിയ, 2032 ബ്രിസ്ബേൺ ഓസ്ട്രേലിയ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവദാനം ചെയ്യുന്നതിനുള്ള പദ്ധതി. ഇപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര പ്രാവശ്യം കണ്ടു? ഈ ക്വസ്റ്റ്യൻ എത്ര പ്രാവശ്യം കണ്ടു? മൃതസഞ്ജീവനി ആരാണ് ബ്രാൻഡ് അംബാസിഡർ? താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? അന്തർദേശീയ മാതൃഭാഷാ ദിനമായിട്ട് ഫെബ്രുവരി 21. ഭരണതലത്തിലും ഉദ്യോഗതലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ളതാണ് ലോകായുക്ത. നിലവിൽ സംസ്ഥാനത്തെ ലോകായുക്ത ആര്? ജസ്റ്റിസ് സിറിയക് ജോസഫ്. കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോഴത്തെ കേരള ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് അനിൽകുമാർ ആണ് കേട്ടോ. ലോകായുക്ത അനിൽകുമാർ. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ. ആൻസർ ഇംഗ്ലണ്ടാണ് 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാവ്. ഇനി അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടാണ് നടക്കുക അല്ലെ. 2023 വിജയിച്ചത് ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഓസ്ട്രേലിയ ആണ് ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കള്. 2023 പഠിച്ചു വെക്കണം. 2015 ഇതിനു മുമ്പ് 2015 നടന്നതിലും 2019 മുമ്പ് 4 വർഷത്തിന് മുമ്പ് 2015 നടന്നപ്പോഴും ആര് തന്നെയാണ്? ഓസ്ട്രേലിയ തന്നെയാണ് കേട്ടോ. ഓസ്ട്രേലിയ ആണ്. 2015 ഓസ്ട്രേലിയ, 2019 ഇംഗ്ലണ്ട്, 2023 വീണ്ടും ഓസ്ട്രേലിയ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. നാറ്റോനെ കുറിച്ചിട്ടാണ് ഇവിടെ ശരിയായ പ്രസ്താവനകൾ. ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന, അതായത് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയും അല്ലേ. അത് രൂപം കൊണ്ടത് 49 ഏപ്രിൽ 4-നാണ്. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അംഗരാജ്യങ്ങൾക്കു നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഡി ആണ്. 1, 2, 3 ശരിയാണ്. അപ്പൊ പഠിച്ചു വെച്ചോളണം. നാറ്റോ രൂപം കൊണ്ടത് 49 ഏപ്രിൽ 4. ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. നാറ്റോ എന്ന് പറയുമ്പോൾ ഉത്തര അറ്റ്ലാന്റിക് സഖ്യ സംഘടന, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അംഗരാജ്യങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിരോധിക്കുക എന്നതാണ് ലക്ഷ്യം. 2022 രാജ്യത്തെ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം നേടുന്നതിനായിട്ട് 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? വീടാണ് അല്ലെ, താമസിക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളത് ഏതാണ്? പ്രധാനമന്ത്രി ആവാസ് അല്ലെ, ആവാസ് യോജന. ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്കു ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? സിവാലിക്കാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? തിരമാലകളിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖത്താണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം. നമ്മൾ വേണം ഡൽഹിയൊക്കെ പോകും അല്ല. ഏതാണ് ആൻസർ? നാഗ്പൂർ ആണ് കേട്ടോ. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായ നഗരം നാഗ്പൂർ ആണ്.
പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി കാവേരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? വായിച്ചു നോക്കിയിട്ട് ആൻസർ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകള്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്ന് പറയുന്നു അല്ലെ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ ബങ്കർ, ഗാദർ ആൻഡ് ബങ്കർ എന്നും അറിയപ്പെടുന്നു. പഴയത് ബങ്കറാണ്. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഗാദർ എന്നറിയപ്പെടുന്നു. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ശരിയാണ്. എക്കൽ മണ്ണ് ഫലപുഷ്ടി കൂടുതലാണ് കേട്ടോ. അവിടെ കഴിവ് കൂടുതലാണ്. ഇതൊക്കെ കൂടുതലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെയാണ്? പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് മുംബൈയില്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? 3 തലസ്ഥാനങ്ങളുള്ളത് ആന്ധ്രാപ്രദേശിനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാല് ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? 2ാം സ്ഥാനത്ത് ഗുജറാത്ത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ചോദിച്ചാൽ കടുവ. ഇവിടെ പൈതൃകം എന്നൊരു വാക്ക് ഉണ്ടെങ്കിൽ അവിടെ ആനയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭേദഗതി 42ാം ഭേദഗതി. 1976 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആണ്. ദേശീയ ഗാനമാണെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2005. ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 3ലാണ് കേട്ടോ. ഭാഗം 3ലാണ് മൗലിക അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24 ആരക്കാലുകൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഇപ്പൊ അധ്യക്ഷൻ? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം കേട്ടോ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് ഇപ്പോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കറണ്ട് ഇതില് ഏതാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. പഠിച്ചു വെക്കണം. കാരണം കറണ്ട് അഫയർ അല്ലെങ്കിലും താഴെ തന്നിട്ടുള്ളതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിക്കാത്തവർ ആരാണെന്ന് ചോദിക്കുമ്പോൾ തെറ്റാൻ പറ്റില്ല. അരുൺകുമാർ മിശ്ര എന്താണ്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു. പിന്നീടാണ് ആര് വരുന്നത്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം വരുന്നത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. അദ്ദേഹം ഏത് സംസ്ഥാനക്കാരനാണ്? പ്രീവിയസ് ചോദ്യമാണ്. നമ്മൾ പഠിച്ചതാണത്. ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ചുവടെ നൽകിയിരിക്കുന്നത് ഏതാണ് മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? സ്വത്തവകാശം നിയമാവകാശമാണ്. മൗലികാവകാശം അല്ല. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? ആരുടേതാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രഖ്യാപനമാണ്. ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പുകുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്ന് 1930 ഏപ്രിൽ മാസം 6-ാം തീയതി. ഏപ്രിൽ 6. അതിർത്തി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫലിയെ ആണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫലി. അടുത്തത് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? റാണി ഗേഡുലുവിനെയാണ്. താഴെ കൊടുത്ത വ്യക്തികളിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഗാന്ധിജി 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് പങ്കെടുത്തത്. 3ലും പങ്കെടുത്തത് ഡോക്ടർ BR അംബേദ്കർ. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻവാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? 1919 റൗലറ്റ് നിയമത്തിനെതിരെ. വിധിയുമായി ഒരു കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? ജവഹർലാൽ നെഹ്റുവിന്റെ അവിസ്മരണീയമായ ഒരു പ്രസംഗമായിരുന്നു ഏത്? വിധിയുമായി ഒരു കൂടിക്കാഴ്ച. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വതന്ത്ര സമര പോരാളി ആരായിരുന്നു? മൈക്കിൾ ഒ ഡയറിനെ
വധിച്ചിട്ട് വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വതന്ത്ര സമര പോരാളി നമ്മുടെ ഉദ്ധം സിംഗ് ആണ് കേട്ടോ. ഉദ്ധം സിംഗ് ആണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ് ജില്ല. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കില്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്നതിൽ പാമ്പാറാണ് അല്ലെ. കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏറ്റവും വലുത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറില്ലേ നമ്മൾ എടുത്തത്? എത്ര ക്വസ്റ്റ്യനാണ് നമ്മൾ റിപ്പീറ്റേഷൻ വായിക്കുന്നത്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പലാണ്. പ്രാചീന തമിഴകത്തിലെ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? നെയ്തൽ. നെയ്തൽ തീരപ്രദേശം അല്ലെ. നെയ്തൽ ഏതാണ്? തീരപ്രദേശമാണ്. കൊടുങ്ങരംപള്ളം പുഴ ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അട്ടപ്പാടി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഭാരത സർക്കാരിന്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് OM നമ്പ്യാർ. OM നമ്പ്യാർ നമ്മുടെ PT ഉഷയുടെ കോച്ചാണ്. ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ്. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോയിലിൽ ജനിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ കുമാരഗുരുദേവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണജാതിക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദറിനെയാണ് തൂക്കിലേറ്റിയത്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച ചരിത്രം സൃഷ്ടിച്ച കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വില്ലുവണ്ടി സമരം അയ്യങ്കാളി. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിന്. സാർവ്വിക ദാതാവ് എന്നറിയപ്പെടുന്നത് O ഗ്രൂപ്പാണ്. സാർവ്വിക ദാതാവ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ്. മനുഷ്യ ശരീരത്തിൽ വാരിയെല്ലിൽ എത്ര അസ്ഥികളുണ്ട്? വാരിയെല്ലിലെ 24. ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം. കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് ജീവകം D ആണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ pH. കുടിവെള്ളം പറഞ്ഞു തന്ന കാര്യമാണ് കുടിവെള്ളം. ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്ന സാധാരണ നമ്മൾ ശുദ്ധജലം എന്ന് പറയുമ്പോൾ നമ്മൾ 7 എന്ന് പറയും. എന്നാൽ കുടിവെള്ളം എന്ന് പറയുമ്പോൾ 8 എന്ന് പറയും. പക്ഷെ ഇവിടെ 8 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതും ഇല്ലല്ലോ. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിനായിട്ട് മാത്രം എപ്പിഫൈറ്റ്. ഭൂഖണ്ഡത്തിന് ഉദാഹരണം. ഭൂമിക്കടിയിലെ മണ്ണിനടിയിൽ ഇതാകുന്നത് ഉരുളക്കിഴങ്ങ്. പയറുവർഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഏതാണ്? പയറുവർഗത്തിൽ ഉൾപ്പെടാത്തത് വിത്തിനം ഹരിതയാണ്. ലോല, മാലിക, ജ്യോതിക ഒക്കെ എന്താണ്? പയറ് വർഗങ്ങളാണ്. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ചന്ദ്രയുണ്ട്, ശങ്കരിയുണ്ട്. അപ്പൊ അതിൽ നിന്ന് എടുക്കണേ ചന്ദ്രശങ്കര. അപ്പൊ ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും കേട്ടോ. ചാവക്കാട് ഓറഞ്ച് ചന്ദ്രശങ്കര. ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം? ഐസോടോപ്പ് എന്താ? ഒരേ അറ്റോമിക നമ്പറും. ഐസോടോപ്പിന്റെ പ്രത്യേകത എന്താണ്? ഒരേ അറ്റോമിക നമ്പർ. പിന്നെന്താ? വ്യത്യസ്ത മാസ് നമ്പർ. ഇതിലേതാ നോക്കിക്കേ.
ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും. ഇവിടെ ഏതൊക്കെയാണ് ആൻസർ വരിക? രണ്ടാമത്തെ മനസ്സിലായോ? ഒരേ അറ്റോമിക് നമ്പർ, താഴെ അറ്റോമിക് നമ്പർ കണ്ടോ, 6 6 അല്ലേ, ഒരേ അറ്റോമിക് നമ്പർ. 12 13 വ്യത്യസ്ത മാസ് നമ്പർ. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? 2 4 അല്ലേ, ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പർ 2 4 ആൻസർ ആയിട്ട് വരുന്നത്. ബോക്സൈറ്റ് എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയിരാണ്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരിച്ചത് മെൻഡലീവ് ആണ് കേട്ടോ. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലീവും അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് ഹെൻറി. ഇവിടെ നമ്മൾ തിരിഞ്ഞുപോയി അല്ലേ. അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? മോസ്ലി ആണ് അല്ലേ. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങളുടെ എണ്ണം. 3. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസസൂത്രം? സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റ്. NaHCO3. സോഡിയം NaHCO3. ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം ഏത്? ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം B ആണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ജലത്തിന്റെ തിളനില ഫാരൻഹീറ്റ് താപനില സ്കെയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപദൈർഘ്യമുള്ളത് തിരഞ്ഞെടുക്കുക. ഏറ്റവും കൂടുതൽ വിശിഷ്ട താപദൈർഘ്യമുള്ളത് ജലത്തിനാണ്. പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം. അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വബലമാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും. പൂജ്യങ്ങളൊന്നും തെറ്റാൻ പാടില്ല. 20,000 ഹെർട്സ് വരെയുമാണ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. ഒരു പുതിയ സീരീസ് കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വേണം. എനിക്ക് അത് വേണം, ജോലി നിർബന്ധപൂർവ്വം. കാരണം ഒരുപാട് വേക്കൻസി ഉള്ളതാണ്, കയറി പറ്റാൻ ഇതൊരു ചാൻസ് ഇല്ല. ഇനി 3 വർഷം കഴിയണം, അത് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ തയ്യാറെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ്. അതേപോലെ തന്നെ വൈകുന്നേരം ഒരു ക്ലാസ് കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. എന്താ പറയാ, ഹോട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ആ മേഖലകളിൽ നിന്ന് PSC ചോദ്യങ്ങൾ വരും, എന്തായാലും 100%. കാരണം ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തിയാൽ മതി. ഞാൻ പറയുന്നത് കേട്ട് വിശ്വസിക്കേണ്ട, ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. ഹോട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സുകൾ വൈകുന്നേരം വരുന്നുണ്ട്, അത് പ്രയോജനപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ബൈ.